വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ക്യാപ്ഷൻ കണ്ടു കാണുമല്ലോ അല്ലേ. നമ്മുടെ ഗാവിസ്കോൺ, ഈസ് ഇറ്റ് റിയലി സേഫ് ടു യൂസ് ഡ്യൂറിങ് പ്രഗ്നൻസി പീരീഡ്? മൈ ആൻസർ വിൽ ബി യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് സേഫ് ഡ്യൂറിങ് പ്രഗ്നൻസി പീരീഡ്. ഈ വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നുകൊണ്ടല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ 2 പ്രഗ്നൻസി ടൈമിലും ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് സെയിം ഗാവിസ്കോൺ തന്നെയാണ്. ബട്ട് എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഞാൻ ഫുള്ള് ഗാവിസ്കോൺ തന്നെയായിരുന്നു. കാരണം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചേച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. ഈ നമുക്ക് ഗ്യാസിനേക്കാളും കൂടുതൽ എനിക്കുള്ളത് നെഞ്ചേരിച്ചിലായിരുന്നു. അതുപോലെ എന്നെപ്പോലെ തന്നെ കുറേ പെൺകുട്ടികളുണ്ടാവും കേട്ടോ, ഇല്ലയെന്നല്ല ഞാൻ പറഞ്ഞത്, ഉണ്ട്. അപ്പോൾ ഒക്കെ നമ്മുടെ വീട്ടിൽ മുതിർന്നവർ ചിലവർ പറയും ചൂടുവെള്ളം കുടിക്കി, ജീരകം വെള്ളം കുടിക്കി, ഗ്യാസ് മാറും, നെഞ്ചെരിച്ചിലും മാറും, അത് മാറും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഈ വീട്ടിലത്തെ പൊടിക്കൈകൾ കൊണ്ടൊന്നും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഞാൻ ഫുൾ എന്താ പറയുക, ഈ ഗാവിസ്കോണിൽ തന്നെയായിരുന്നു ഞാൻ എഡിക്റ്റായി എന്ന് പറയില്ലേ, അത് തന്നെയായിരുന്നു ഞാൻ. ബട്ട് ആഫ്റ്റർ ഡെലിവറി, എൻ്റെ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എൻ്റെ മോന് ചെറിയൊരു എന്താ പറയുക കളർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു കരിവാളിപ്പ് എന്നൊക്കെ പറയില്ലേ. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ഡാർക്കായിരുന്നു. അതോടെ കഴിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ. അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു, നീ ഗ്യാസിന് മരുന്ന് കുടിച്ചോണ്ടാ കൊച്ചിൻ്റെ കളർ ഇങ്ങനെയായേ, നിനക്കത് കഴിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് എന്നെ മാനസികമായിട്ട് കുറേ തളർത്തി. കാരണം കൊച്ചിൻ്റെ സ്കിന്ന് ഡാർക്കായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ വിചാരിച്ചു, അയ്യോ മേ ബി ഞാനിനി ഇത് ഗാവിസ്കോൺ കഴിച്ചുകൊണ്ട് തന്നെയാണോ എന്ന് വരെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. എനിക്കറിയാം ജനറ്റിക്കാണ്, സ്കിന്നിൻ്റെ കളറൊക്കെ വരുന്നത് ജനറ്റിക്കാണ്. അത് പാരൻസിൻ്റെ കളർ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും കുട്ടികളുടെ കളർ. പാരൻസിൻ്റെയോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൻ്റെ കളറൊക്കെ എങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കും നമ്മുടെ ഉണ്ടാവാൻ പോകുന്ന തലമുറകൾക്കുള്ള കളറുകൾ. പക്ഷെ അന്നൊക്കെ നമുക്കറിയില്ലല്ലോ, വലിയവരല്ലേ, അവർ പറയണു നമ്മൾ കേൾക്കണു, മേ ബി അവർ ശരിയായിരിക്കുന്നു ഞാൻ വിചാരിച്ചു. ബട്ട് 2ാമത്തെ പ്രഗ്നൻസിയിലും എനിക്ക് സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു, ഈ നെഞ്ചെരിച്ചിലെന്ന് പറയുക എന്നുള്ളത്. പക്ഷേ 2ാമത്തെ ഡെലിവറി എൻ്റെ ഇവിടെ UAE-യിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡോക്ടർ ഈ ഗാവിസ്കോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും എഫക്റ്റ് ആവുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നെ ആദ്യം നോക്കിയിട്ടൊന്ന് ചിരിച്ചു. ചിരി എന്തിനാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല, ബട്ട് എന്നാലും ഓക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ഗാവിസ്കോൺ കഴിക്കുന്നത് നമ്മുടെ ഡൈജഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കുട്ടി ഇരിക്കുന്നത് നമ്മുടെ ഗർഭപാത്രത്തിലാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഇതൊന്നും ഏൽക്കുന്നില്ല എന്നാണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ദെൻ ഐ ഗോട്ട് സം റിലീഫ്. ഓക്കെ, പിന്നെ ഇത് കഴിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? പക്ഷെ എന്നാലും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എന്തിനാടി ഇത്ര അധികം കഴിക്കണേ, ഇവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ, നമ്മുടെ നെഞ്ചേരിച്ചില്ല നമുക്കല്ലേ മനസ്സിലാവൂ. സോ ബേസിക്കലി ഗാവിസ്കോൺ ഈസ് റിയലി സേഫ് ടു യൂസ് ഡ്യൂറിങ് പ്രഗ്നൻസി പീരീഡ് എന്നാണ് എൻ്റെ കണ്ടെത്തൽ. കാരണം എനിക്ക് 2 കുട്ടികളുണ്ടായിട്ടും 2 കുട്ടികൾക്കും ഇന്നേ വരെ ദൈവം സഹായിച്ചിട്ട് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. എൻ്റെ 2ാമത്തെ കുട്ടി ഇവിടെ തന്നെയായിരുന്നു. ജനിച്ചപ്പോൾ നല്ല കളറായിരുന്നു. കളറ് എന്താ പറയുക, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം വന്നു ആൾക്ക്. അപ്പോൾ ബേസിക്കലി നമ്മൾ വെയിൽ കാണിക്കുന്നു, ബ്ലൂ ലൈറ്റ് കൊള്ളിക്കുന്നു, അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൊച്ചിൻ്റെ കളറ് കുറയും. നമ്മുടെ ശരിക്കുള്ള കുട്ടികളുടെ കളറ് വരണത് അപ്രോക്സിമേറ്റ് എനിക്ക് തോന്നുന്നു ഒരു 6 months കഴിഞ്ഞതിന് ശേഷമാണ് അതിന് ശരിക്കുള്ള കളറ് കാണിക്കും തന്നെ. പണ്ടത്തെ ആൾക്കാർ ഈ കളറ് വെച്ചിട്ടാണ് നമ്മളെ വില ഇരുത്താറുണ്ടായിരുന്നത്. ബട്ട് അതൊക്കെ കഴിഞ്ഞ കാലങ്ങളാണ്. ഇപ്പോൾ ന്യൂ ജനറേഷൻ അതൊന്നും നോക്കാറില്ല. എനിക്ക് വേണ്ടതായിരുന്നു നമ്മുടെ കുട്ടി ഒരു അംഗവൈകല്യങ്ങളില്ലാണ്ട് സേഫായിരിക്കുക, ഹെൽത്ത് വൈസ് എല്ലാം കൊണ്ടും സേഫായിരിക്കുക, അത്രേ നമ്മൾ ആഗ്രഹിക്കാറുള്ളൂ. കളറോ കുട്ടിയുടെ ഒന്നും നമുക്കത് ബോധേഡല്ല. ബിക്കോസ് അറ്റ് ദ എൻഡ് നമുക്ക് നമ്മുടെ കുട്ടിയാണ് വലുത്. അപ്പോൾ അവർ സേഫാണ്, എനിക്ക് അത്രയേ ഉള്ളൂ. ഞാൻ ഈ ഗാവിസ്കോണിൻ്റെ പറയാൻ കാരണം എന്താ പറയുക, എനിക്ക് ആദ്യത്തെ ഒരു ട്രോമ എന്ന് പറയില്ലേ, നീ ഇത് ഗാവിസ്കോണിൻ്റെ മരുന്ന് കുടിച്ചുകൊണ്ടാണ് അവൻ്റെ കളർ ഇങ്ങനെയായി പോയേ എന്ന് പറഞ്ഞ ആ ഒരു ട്രോമ എനിക്ക് ഇപ്പോഴും ഉണ്ട്.
അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. നമ്മൾ ഗാവിസ്കോണിൻ്റെ ഗ്യാസിൻ്റെ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഒന്നും പറ്റില്ല. നമ്മുടെ ഹാർഡ് ബേൺ, നമുക്ക് നെഞ്ചെരിച്ചിൽ കൂടുതലാണ്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് കഴിച്ചേ പറ്റൂ. അതർവൈസ് എന്താ പറയുക, നമ്മളും തളർന്നു പോകും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.